നമ്മുടെ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിന്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗം എടുത്തു. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങൾ. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങൾ. അപ്പോൾ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ജ്ഞാനം, അറിവ് കൂടുതൽ വിലയുള്ളതാകയാൽ. അപ്പൊ നമുക്ക് ക്യാൻസർ രോഗം മാറുന്നതാണോ കൂടുതൽ വിലയുള്ളത്? നമ്മുടെ കാരുണ്യവാനായ ദൈവത്തെ അറിയുന്നതാണോ കൂടുതൽ വിലയുള്ളത്? നിങ്ങള് സത്യയോടെ പറഞ്ഞു കേട്ടോ. കാരണം എനിക്കറിയാം, ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യം, അവൻ്റെ അപ്പന് ക്യാൻസർ വന്നിട്ട് അപ്പനെ ട്രീറ്റ് ചെയ്തിട്ട് എത്രയായെന്നറിയോ? 57 ലക്ഷം മുടക്കിയിട്ടും അപ്പൻ്റെ ക്യാൻസർ മാറിയിട്ടില്ല, അപ്പം മരിച്ചിട്ടുമില്ല. 57 ലക്ഷം. അപ്പൊ അതുകൊണ്ട് ക്യാൻസർ രോഗം മാറുന്നത് നിസ്സാരമായിട്ടൊന്നും എടുത്തേക്കരുത് കേട്ടോ. ഈ ക്യാൻസർ രോഗം മാറുന്നതാണോ ദൈവത്തെ അറിയുന്നതാണോ കൂടുതൽ വിലയുള്ളത്? അപ്പൊ അത് എത്ര ലക്ഷത്തിന്റെ കോടിയുടെ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. ഈ അറിവ് എനിക്ക് കിട്ടിയത് കൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കും. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശക്കും ഇച്ചിരി ഭക്ഷണം കിട്ടിയാൽ മതി, അവർക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ മതി, ഇനി അവർക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇച്ചിരി നാക്കലൊഴിക്കാൻ മദ്യം കിട്ടിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇതാണ് ജീവിതം എന്ന് ചിന്തിക്കുന്നവര്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയാണ്, അതൊക്കെ ഇത്ര നിസ്സാരമായിട്ട് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ഞാൻ അറിഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം, കുപ്പ പോലെ ഞാൻ കണക്കാക്കുന്നു. കാരണം വിലപിടിപ്പുള്ള ഈ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ്. അതുകൊണ്ട് ഈ അറിവ് നമ്മൾ സമ്പാദിക്കണം. നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവവുമായിട്ട് നമ്മൾ ആഴമായ ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, മോശയോട് സംസാരിച്ചതുപോലെ മോശയും കൂട്ടിക്കൊണ്ട് മേഘത്തിനകത്തേക്ക് പോയി അവിടെ 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞവനാണ് ദൈവം. ബെനഡിക്റ്റൈൻ കുരിശും കാശരും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ആ വിശുദ്ധ ബെനഡിക്റ്റ് 3 വർഷക്കാലം സുബിയാക്കോ പർവ്വതത്തിലേക്ക് കയറിയിട്ട് അതിനകത്തൊരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് പോയി പുള്ളി തന്നെ ഇരുന്ന് 3 വർഷക്കാലം പ്രാർത്ഥിച്ചു. ആകപ്പാടെ ഒരു സന്യാസിക്ക് അറിയാമായിരുന്നുള്ള എവിടെയാണെന്നുള്ളത്. ഇനി ഈ മനുഷ്യൻ അങ്ങനെ ആ സന്യാസിക്ക് അറിവ് കൊടുത്തതിന്റെ കാരണം ഇടയ്ക്ക് ഇച്ചിരി എണ്ണ കിട്ടാനും ഇച്ചിരി ഭക്ഷണം കിട്ടാനും അങ്ങനെ അത്യാവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സന്യാസി ഏർപ്പെടുത്തിയിരുന്നത്. ആ മനുഷ്യനോട് പറഞ്ഞിരുന്നു, വേറെ ആരോടും പറയണ്ട, നമ്മളങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉപവാസം നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ഇരിക്കുന്നവർ, അമേരിക്കയിൽ ഇരിക്കുന്നവരൊക്കെ അറിയും. ഉപവാസം തുടങ്ങിയില്ല, അതിന്റെ ദിവസം വന്നില്ല, എന്നാലും ബുധനാഴ്ച തന്നെ പറയും, വെള്ളിയാഴ്ച എൻ്റെ ഉപവാസ ദിവസമാണ് കേട്ടോ, ആരോടും എന്നെ വിളിക്കൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒരാൾ ഇരുന്നിട്ടും അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് ഞാൻ വെള്ളിയാഴ്ച ഉപവാസമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. എങ്കിൽ അവരാരും വിളിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ നോക്കിയേ, ഈ വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹം പറഞ്ഞത് ആരോടും പറയണ്ട, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലാണെന്ന്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ അറിഞ്ഞ്, അതുപോലെ തന്നെ അശുദ്ധാത്മാക്കളുടെ മേൽ ഭയങ്കരമായിട്ടുള്ള അധികാരമുള്ള വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. പുള്ളിക്കിട്ട് ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ അല്ലെങ്കിൽ കൈവശം കൊടുക്കാൻ നോക്കുവോ, ശരിക്കുള്ള വിഷം കൊടുക്കാൻ നോക്കുവോ ഒന്നും ചെയ്താൽ അതൊന്നും ഏക്കിയല്ലായിരുന്നു. അതൊന്നും ശരിക്കും വിശ്വസിക്കുന്നവർക്ക് ഏൽക്കത്തില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി കോപ്പയ്ക്കകത്ത് അവര് വേണേ പോറിഡ്ജോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമായിരുന്നു. ബെനഡിക്റ്റിന്റെ മാത്രം കോപ്പയ്ക്കകത്ത് വിഷവും കൂടെ ചേർത്ത് വെച്ചു. പക്ഷെ ഇവരെല്ലാരും പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിക്കാനുള്ള ഫുഡ് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെനഡിക്റ്റിന്റെ കയ്യിൽ നിന്ന് കോപ്പ താഴെ പോയി അത് പൊട്ടിച്ചെതറി. വിഷം വെച്ച
സന്യാസി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആ മനുഷ്യന് മനസ്സിലായി ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ ഇമാതിരി പ്രവർത്തികളൊന്നും വിലപ്പോകത്തില്ല. പുള്ളി വന്നിട്ട് കാൽക്കൽ വീണിട്ട് മാപ്പ് പറഞ്ഞു, ഞാനാണ് ആ കോപ്പയ്ക്കകത്ത് വിഷം വെച്ചത്, അപ്പോഴായിരിക്കാം ഈ മനുഷ്യൻ അറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മള് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 6:7 8:13 കൂടെ ഒന്ന് വായിക്കുകയാണെങ്കിൽ വലിയൊരു സന്ദേശം അവിടെയുണ്ട്. 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം പറയുന്നത്, പുറപ്പാട് കണ്ടോ, ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. 7:6 വായിച്ചത്. 7:6 വായിക്കുന്നല്ലേ എന്റെ സന്ദേശം. ഞാൻ പറഞ്ഞ മാറിപ്പോയത്. 7:6 മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം മോശയും അഹ്റോനും പ്രവർത്തിച്ചു. കർത്താവ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ചെയ്തു. കർത്താവ് പറയാത്തതൊന്നും അവർ ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ മോശ ദൈവത്തെ അനുസരിച്ചു. 8:13 വായിച്ചു. മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര കുളിര് തരുന്ന ഒരു കാര്യമാണ് അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, അന്നേരം കർത്താവ് അത് ചെയ്തു. ഞാനൊരു പ്രാർത്ഥന നടത്തി, ചിലരൊക്കെ അച്ഛാ ഞാൻ ഈ വിഷയം വെച്ച് 3 ദിവസം പ്രാർത്ഥിച്ചു, അല്ലെ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് കർത്താവ് നടത്തി. അതുകൊണ്ട് എനിക്കിപ്പം വിശ്വാസമായി, ദൈവം ജീവിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. വേറെ ചിലര് കുറെ നാളായിട്ട് അവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അവർക്കും മടുപ്പാണ്, അവരെ കേൾക്കുന്നവർക്കും ഇപ്പം മടുപ്പായി. ഇവിടെ നോക്കിയേ, കർത്താവ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ ചെയ്യണം. മോശയും അഹ്റോനും ചെയ്തതാണ്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരനുസരിച്ചു. അതുകൊണ്ട് മോശ പറഞ്ഞതനുസരിച്ച് ദൈവവും പ്രവർത്തിച്ചു. ഇതാണ് നമുക്ക് അധികാരം തരുന്നത്. ശരിക്കും ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് അധികാരം ഉണ്ടാകുന്നത്. ഈ അധികാരമാണ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തിൽ പ്രകടമായത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാമ്പിനെയും തേളിനെയും ഏത് പഴുതാരയും ചവിട്ടി നടന്നാലും അത് നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇന്ന് ഈ പഴുതാരയും തേളും ഒന്നും വേണമെന്നില്ല കേട്ടോ. ഒരു പാറ്ററായ കണ്ട എന്നാ പേടിയാ. അതിനെ കാണുമ്പോൾ വിട്ടടിച്ചു പോകുന്ന ആൾക്കാരെ കാണാൻ. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങളെ പോലും ഭയപ്പെട്ട് കഴിയുന്നത്. ധൈര്യം വേണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി ദൈവത്തെക്കുറിച്ച് അറിയാൻ, നമുക്ക് ദൈവത്തെ അറിഞ്ഞാൽ ബാക്കിയെല്ലാം നിസ്സാരമായിട്ട് മാറും. സ്വർഗത്തിലേക്ക് നോക്കാൻ പറ്റുന്നവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണാനും പറ്റും. നമുക്ക് ഈ നമ്മുടെ സ്ഥലവും അല്ലെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങും അതെ കിടക്കണ കരിക്കും തേങ്ങായും എല്ലാം ഒരുപാട് ദൈവത്തെക്കാൾ വിലപ്പെട്ടതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം എന്നാ? നാളുകളായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഒരു വിഷമവും ഇല്ല. പക്ഷേ തെങ്ങേന്നൊരു വെള്ളക്കാ ഒഴിഞ്ഞ് താഴോട്ട് പോയ എൻ്റെ ദൈവം ഒരു തേങ്ങ പോയി. അതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ, ഈ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ച നമ്മുടെ പാപങ്ങള്, ഇനി അതെല്ലാം ഓർത്തിട്ട് നമുക്ക് ഇത്രയെങ്കിലും സങ്കടപ്പെടാൻ പറ്റുന്നുണ്ടോ? പറയണ്ടേ, ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണമെങ്കിൽ ദൈവത്തെ നമ്മൾ അറിയണം. പിന്നെ ഈ ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവം സത്യവാനാണ്. ദൈവത്തിന് നുണ പറയാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാതെ പോകില്ല, പരാജയപ്പെടുത്തില്ല. അത് വചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും പരാജയപ്പെടുത്തില്ല. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ വായിച്ചു.
ആ മോശയുടെ അടുക്കൽ കർത്താവ്, മോശയുടെ മുമ്പിൽ കൂടെ നടക്കുന്ന കർത്താവ്, മോശയെ തന്നെ കാണാൻ അനുവദിക്കുന്ന കർത്താവ്, മോശയോട് സംസാരിക്കുന്ന കർത്താവ്, ഇതെല്ലാമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. ഇനി ആ കർത്താവ് തന്നെ അവൻ ആരാണ് എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു രംഗം ഇത് തന്നെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ഈ ദൈവം ആരാണ് എന്നുള്ളത് ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വായിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ കർത്താവാണ്, ഞാൻ കർത്താവ്, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ? ഞാൻ കാരുണ്യവാനായ ദൈവം. അതാ ദൈവം പറഞ്ഞേ, ഞാൻ കരുണാസമ്പന്നനായ ദൈവം. എന്നെ നീ അറിയണം. ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ, ദൈവം സ്വയം വെളിപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ കാരുണ്യവാനായ ദൈവം. അതല്ലാതെ നോക്കിയാൽ ഉടനെ നിന്റെ സകല പാപങ്ങളും എനിക്ക് മനസ്സിലാകും, അത് വെച്ച് നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരുണ്യവാനായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, കരുണ കാണിക്കുന്നതിൽ അത്യുദാരൻ, ഇതെല്ലാമാണ് ആ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ദൈവം കരുണയുടെ കാര്യത്തിൽ സമ്പന്നനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം ഒരു എൻസിക്ലിക്കൽ, അത് ചാക്രിയ ലേഖനമാണ്, അത് എഴുതിയപ്പോൾ ദിവേസ് ഇൻ മിസറിക്കോദിയോ എന്നാണ് ചാക്രിയ ലേഖനത്തിന്റെ ഒരു ടൈറ്റിൽ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നൻ. ഇത് ഈ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമാണ്. വിശുദ്ധനായി മാറിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണയിൽ സമ്പന്നൻ. ഇത് ദൈവം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. മാർപ്പാപ്പ ഇതിന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. ഈ ഉപമയില് നിറഞ്ഞു നിൽക്കുന്ന സന്ദേശം ഇതാണ്, ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി, ദൈവം കരുണയിൽ സമ്പന്നൻ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇന്നിപ്പം മാനസിക രോഗികളുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഡിപ്രഷനൊക്കെ വളരെ കോമൺ ആയി. ഡിപ്രഷൻ, ചെറിയ കാര്യങ്ങൾ പോലും ഡിപ്രഷനിലേക്ക് നയിക്കുന്നു, ആത്മഹത്യ ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ യാഥാർത്ഥ്യം, നമ്മുടെ ഈ ദൈവത്തിന്റെ ഈ മുഖം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ തലത്തിൽ മാത്രമല്ല, മനസ്സിന്റെ തലത്തിൽ ഒരുപാട് രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത് അവയെല്ലാം സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ്. സൈക്കോസൊമാറ്റിക്. ഈ മരുന്നെല്ലാം നമ്മൾ കഴിക്കേണ്ടി വരികയായിരുന്നു നമ്മുടെ മനസ്സ് ശരിക്കൊന്നും പ്രവർത്തിക്കായിരുന്നു. വേണേ മുറിവേറ്റ സമയത്ത് നമുക്ക് ഒരു സൗഖ്യം ആ മനസ്സിന് കിട്ടുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ഈ സൗഖ്യം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജെറമിയയുടെ പുസ്തകം 30:17 വായിച്ചു. ജെറമിയ 30-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം വായിക്കുമ്പോൾ സൗഖ്യത്തിന് നമ്മൾ തിരിയേണ്ടത് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോമിയോ മരുന്ന് വേണോ ഇംഗ്ലീഷ് മരുന്ന് വേണോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയൊരു വൈദ്യനുണ്ട്. ആ വൈദ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ പിന്നെ ഏതെങ്കിലും വൈദ്യനെ കാണണമെന്നുണ്ടെങ്കിൽ കർത്താവ് വിട്ടോളൂ, അങ്ങനെ പൊക്കോ. പക്ഷെ ആദ്യം നമ്മൾ തിരിയേണ്ട വൈദ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. കർത്താവ് പറയാണ്, രക്ഷ നിന്റെ ആരോഗ്യം പോയി, സാരമില്ല, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. പിന്നെ നിന്റെ മനസ്സിന്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങളുടെ അടിമത്തം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സൗഖ്യം നമ്മള് മനസ്സിന് മുറിവേറ്റാൽ അപ്പോഴേ ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കണം. ഒത്തിരി പേർക്ക് ഇഷ്ടം ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കാനാണ്. കാരണം എന്നാന്നറിയോ? മിക്കവാറും പേർക്കുള്ള പ്രശ്നമാണ് ആന്തരിക മുറിവ്. പതിവുണ്ട് അങ്ങനെ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ച് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നേട്ടമുണ്ടാകും, ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് അറിവുള്ളത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം
സുഖപ്പെടുത്തുന്ന വചനമാണ്. കർത്താവിനെ കുറിച്ചുള്ള അറിവ് ഒരുപാട് സൗഖ്യവും പ്രത്യാശയും നമുക്ക് നൽകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? വിദ്യാഭ്യാസമാണോ ഭക്ഷണമാണോ? ഏതാ? മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ? രണ്ടും അല്ല. നിങ്ങളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസമല്ല, ഭക്ഷണസുഖമല്ല, സാമ്പത്തിക ഭദ്രതയല്ല, പിന്നെയോ ദൈവകരുണ. ആ മനുഷ്യൻ, വിശുദ്ധനായ ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവകരുണ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തും അങ്ങനെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തും ഒക്കെ വളർത്താമെന്ന് വിചാരിച്ച് ആ ലെവലിൽ മാത്രം നിങ്ങൾ ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മുടെ നെഞ്ചിൽ നമ്മളൊരു വേദന അനുഭവിക്കേണ്ടി വരും. ഈ പിള്ളേരൊക്കെ ജീവിക്കുന്നത് കണ്ടിട്ട്. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് ദൈവത്തിന്റെ കരുണ അനുഭവിച്ച് ആ കരുണയുടെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ മക്കൾ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു തെറ്റുപറ്റിയാൽ ഉടനെ കർത്താവിലേക്ക് തിരിയും, കർത്താവേ നിന്റെ കരുണ എനിക്ക് വേണം. നമുക്ക് സ്നേഹത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ യേശുവിലേക്ക് തിരിഞ്ഞിട്ട് യേശുവേ നിന്റെ സ്നേഹം എനിക്ക് വേണം. ഈ സ്നേഹം അനുഭവിക്കുന്നവര് ചുമ്മാ കാട് കയറി ഈ മരം ചുറ്റി പ്രേമവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാവുകയോ ആകുന്നില്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കന്യാത്വം നഷ്ടപ്പെടുകയോ അങ്ങനത്തെ പരിതാപകര അവസ്ഥയിലേക്ക് പോകില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവരാണെങ്കിൽ യോഹന്നാൻ 15:15 പറഞ്ഞിരിക്കുന്നത് എന്താ? യോഹന്നാൻ 15:15 കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിക്കുന്ന എൻ്റെ സുഹൃത്തുന്ന. സ്നേഹം വേണോ? ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നമുക്ക് കണ്ട് ഈ സ്നേഹം ഊറ്റിക്കുടിക്കാവുന്ന ഒരു സ്ഥലമാണ് കർത്താവ് ഈശോ. ഈ കർത്താവ് കാരുണ്യവാനാണ്, പിതാവായ ദൈവം കാരുണ്യവാനാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്.